അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ പഴവും ബ്രെഡും മുട്ടയൊക്കെ ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 2 പീസ് ബ്രെഡും ഒരു നേന്ത്രപ്പഴം ഒരു മുട്ടയും എടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യം നേന്ത്രപ്പഴത്തിൻ്റെ തോല് കളഞ്ഞെടുക്കാം. ഇനി ഇത് ഒന്ന് ചെറുങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കണം. പഴം ഇതിലേക്ക് മാറ്റി വെക്കാം. ഇനി ബ്രെഡ് ഒന്ന് നടുക്കുന്ന് ഇങ്ങനെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. രണ്ട് ബ്രെഡ് പീസും നടുക്കുന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിന് മുട്ട ഇതിലേക്ക് പൊട്ടിച്ചെടുത്തിട്ട് ഇതൊക്കെ ഇതിൽ 2 മുട്ട പൊട്ടിച്ച് വെക്കുമ്പോഴേക്ക് ഇതിൽ 2 മഞ്ഞയുണ്ട്. ഇത് നമ്മൾ സാധാരണ പൊതുവെ കാണാൻ കുറവല്ലേ, ഇത് അപൂർവമാണ് ഉള്ളത്. ഏതായാലും നന്നായി നിങ്ങൾക്ക് കാണിക്കാൻ പറ്റി. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് നല്ലപോലെ അടിച്ചെടുക്കാം. മുട്ട നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഫ്രൈ പാൻ വെച്ച് കൊടുക്കാം. ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗീ ആണെങ്കിൽ ഗീ ഉപയോഗിക്കാം. ഇതൊന്ന് നല്ലപോലെ കുറച്ച് കൊടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച ബ്രെഡ് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. പഴം വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലിലേക്ക് മുട്ട ഒഴിച്ച് കൊടുക്കുക. നമുക്ക് ഫുള്ള് ഒഴിച്ച് കൊടുക്കണ്ട, കുറച്ച് മാത്രം ഒഴിച്ച് കൊടുക്കുക. പിന്നെ കട്ട് ചെയ്ത് വെച്ച പീസ് ഇതിൽ വെച്ചിട്ട് ചെറുങ്ങനെ ഇതുപോലെ അമർത്തി കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ചുകൂടി മുട്ട ഒഴിച്ച് കൊടുക്കുക. ഒരു മിനിറ്റ് ചെറിയ തീയിൽ ഒരു ഭാഗം വെച്ചതിന് ശേഷം ഒന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/2 മിനിറ്റ് ടോസ്റ്റ് ചെയ്തെടുക്കുക. ബനാന ബ്രെഡ് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുട്ടികൾക്ക് ടിഫിൻ ബോക്സ് കൊടുക്കാനും അല്ലാതെ ബ്രേക്ക്ഫാസ്റ്റിനും എല്ലാം നല്ലൊരു ഐറ്റമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.